കൊട്ടാരക്കര ശ്രീഭദ്രയുടെ ഭീമസേനൻ. കുരുക്ഷേത്ര യുദ്ധാനന്തരം, അതായത് കൂട്ടമരണങ്ങളുടെ 18 യുദ്ധപ്പകലുകൾക്ക് ശേഷം, അപായകരമായ കൂടിയാലോചനകളുടെ ചോരമണമുള്ള 18 യുദ്ധരാത്രികൾക്ക് ശേഷം, 18 അക്ഷൗണിപ്പടയുടെ സർവനാശത്തിനു ശേഷം, വടുകെട്ടിയ ചോരയ്ക്കും വറ്റാത്ത കണ്ണീരിനുമൊടുവിൽ നിരർദ്ധകമായൊരു നിലവിളി പോലെ അവനവനിൽ ഒറ്റപ്പെട്ട അനാഥനായി തീർന്നിരിക്കുന്നു ഞാൻ, ഭീമസേനൻ. യുദ്ധവിജയം ഞങ്ങൾ പാണ്ഡവർക്ക് നേടിത്തന്നത് വിധവകളുടെയും അനാഥരുടെയും രാജ്യവും ചോരക്കറയിൽ ഉറപ്പിച്ച സിംഹാസനവും പാപബോധവും ദുഃഖവുമായിരുന്നു. യുദ്ധം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയത് സ്വാസ്ഥ്യവും. യുദ്ധവിജയം വേദന മാത്രമല്ല, മഹാപതനങ്ങളും തകർച്ചകളും കാട്ടിത്തന്നു. ദ്വാരകയുടെ പതനം, യാദവരുടെ സർവനാശം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിസ്സംഗതയും വിഷാദവും വിടവാങ്ങലും, സ്വജനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത്, സ്ത്രീകൾ നിഷാദരാൽ കൺമുൻപിൽ മാനഭംഗം ചെയ്യപ്പെടുന്നത് എല്ലാം നിഷ്ക്രിയരായി കണ്ടു നിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ആര്യാവർത്തത്തിന്റെ ആണത്വം മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഗാന്ധീവമൊന്ന് ചലിപ്പിക്കാൻ പോലും ആവാതെ ആലംബമറ്റു നിന്നു എന്റെ അനുജൻ, അജയ്യനായ വില്ലാളി വീരൻ അർജുനൻ. ഇപ്പോൾ എവിടെയോ സ്വാസ്ഥ്യവും ശാശ്വതവുമായ വീരസ്വർഗമുണ്ടെന്ന പ്രതീക്ഷയിൽ ഒരു യാത്രയിലാണ് ഞങ്ങൾ. മഹാപ്രസ്ഥാനം. ഹിമവാന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എവിടെയോ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗവാതായനങ്ങൾ തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയിലുള്ള ആരോഹണം. ഭൂതകാലത്തെ പിറകിലുപേക്ഷിച്ച് ഓർമ്മകളും പ്രതീക്ഷകളും ചവിട്ടിത്തള്ളി കൊടുമുടികൾ ഒന്നൊന്നായി കയറുകയാണ് ഞങ്ങൾ പാണ്ഡവർ. അല്ല, ഞങ്ങൾ പാണ്ഡവരും പിന്നെ ഞങ്ങൾ 5 പേർക്ക് പത്നിയായ ദ്രൗപദി. ജ്യേഷ്ഠ, ദ്രൗപദി കാൽ തെറ്റി വീണു. വഴിയിൽ സ്വാർത്ഥമോഹങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ദ്രൗപദിയും വേണമെന്നായിരിക്കും ദൈവഹിതം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കേണ്ടതില്ല. പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര തുടരൂ. ആര്യ, അർജുന, പാഞ്ചാലപുത്രിയെ മത്സരിച്ച് ജയിച്ചു വരിച്ചവൻ നീയാണ്, ദ്രൗപദിയുടെ യഥാർത്ഥ അവകാശി. ആ നീയും എന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകുമോ? ധർമ്മജ്ഞനായ ജ്യേഷ്ഠന്റെ വാക്കുകൾ അതാണ് ആവശ്യപ്പെടുന്നത്. കണ്ടില്ലെന്ന് നടിക്കാൻ. ദുര്യോഗങ്ങളുടെ മരവുരി കണക്കെ ഈ ദേഹം തന്നെ ഉരിഞ്ഞു കളയാനുള്ള യാത്രയിൽ നീയും നിന്റെ കണ്ണുനീരും എനിക്ക് തടസ്സമാവില്ല. സർവവും ത്യജിക്കുന്ന കൂട്ടത്തിൽ നീയും. മഹായാഗങ്ങൾക്കൊടുവിൽ ദ്രുപദർ നേടിയ പാഞ്ചാല രാജ്യത്തിന്റെ പുണ്യമെന്ന് വാഴ്ത്തപ്പെട്ട യജ്ഞസേന, ആര്യാവർത്തത്തിലെ ക്ഷത്രിയ വീരന്മാർ, ഒരു കടാക്ഷത്തിന് ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറായ പാഞ്ചാലി ഇത്. ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ, മരണത്തിനും ജീവിതത്തിനും ഇടയിൽ
ശരണമറ്റവളായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആരെയാണ് ഞാനിനി പ്രതീക്ഷിക്കേണ്ടത്? ആരെയാണ് കാക്കേണ്ടത്? അതെ, എന്നും എന്റെ ചാവല്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രതികാരത്തിനും വരെ മനസ്സ് തന്ന നിന്നിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. മാരുതി നന്ദനായ ഭീമ, അങ്ങെവിടെ? ഈയുള്ളവളെ നീയും കാണാതെ പോകുമോ ഭീമസേന? ആര്യപുത്ര, വീണുപോയി നിന്റെ ദ്രൗപദി. രക്ഷയ്ക്ക് വേണ്ടിയാണോ പ്രിയപ്പെട്ടവളെ നീ എന്നെ കാക്കുന്നത്? നിരായുധനും നിർവീര്യനുമായ ഭീമനാണ് നിന്റെ മുൻപിൽ. മുറിവിൽ പുരട്ടാൻ ലേപനങ്ങളോ മൃതിയെ തടയാൻ ദിവ്യ ഔഷധങ്ങളോ കൈവശമില്ല. അങ്ങനെയുള്ള എന്നിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നും വേണ്ട. നിനക്കെന്നും എന്നോടുണ്ടായിരുന്ന തീഷ്ണമായ പ്രണയത്തോടെ നീ എന്റെ മരണത്തിന് കൂട്ടിരുന്നാൽ മതി. ദുഷ്ടനിഗ്രഹങ്ങളുടെ എത്രയെത്ര വീരകഥകളാണ് എനിക്ക് നീ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിക്കലും വായിച്ചു മടുക്കാത്ത വീരകഥകളുടെ അത്ഭുത ഗ്രന്ഥമാണ് എനിക്ക് നീ. ഈ മരണനേരത്തും നിന്നിൽ നിന്നും നിന്നെ വീണ്ടും വീണ്ടും വായിച്ചെടുക്കണം എനിക്ക്. കഥകൾ കേട്ട് കേട്ട് മരിക്കണം എനിക്ക്. പറയൂ, ഇനിയും എനിക്ക് കേട്ട് സായുജ്യമടയാൻ നീ നിന്നെ കുറിച്ച് എന്നോട് വാതോരാതെ പറയൂ. പ്രിയപ്പെട്ടവളെ, നീ എന്നെ പരീക്ഷിക്കുകയാണോ അതോ ശിക്ഷിക്കുകയാണോ? മടുത്തും മടക്കി വെച്ചൊരു ഗ്രന്ഥം പോലെയാണ് എനിക്ക് എന്റെ ജീവിതം. എങ്കിലും നീ അർത്ഥിക്കുമ്പോൾ ഞാനത് തുറക്കാതിരിക്കുന്നത് എങ്ങനെ? പറയാം. രണ്ടാം പാണ്ഡവനോ മൂന്നാം പാണ്ഡവനോ അതോ പാണ്ഡവൻ തന്നെയോ എന്നിനിയും തിട്ടമില്ലാത്ത എന്റെ ജീവിതം നിന്നോട് ഞാൻ പറയാം. വനത്തിൽ വെച്ച് ഞങ്ങളെ അമ്മ പ്രസവിച്ചതും വളർന്നതുമെല്ലാം ശിഥിലമായ ഓർമ്മകളാണ്. ജീവിതം എന്നോ തുടങ്ങിയെങ്കിലും ജീവിതത്തോട് ഞാൻ മത്സരിച്ചു തുടങ്ങിയത് ഹസ്തിനപുരിയിൽ വെച്ച് തന്നെയാണ്. വീരകഥകളോടല്ലേ നിനക്കെന്നും പ്രിയം? ഹസ്തിനപുരിയിൽ ആയോധന പഠനകാലങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ആയോധന പരീക്ഷയിൽ നിന്ന് തുടങ്ങിയാൽ ഈ നേരത്തും നിന്നെ അത് ഹരം കൊള്ളിക്കുമെന്ന് തോന്നുന്നു. അതെ, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഹസ്തിനപുരിയിൽ ദുര്യോധനനടക്കമുള്ള ഞങ്ങൾ കുരുവംശകുമാരന്മാരുടെ ആദ്യ മത്സര പരീക്ഷ. ഒരിക്കൽ കൂടി കേട്ടുകൊള്ളൂ. 100 രക്തത്താൽ ഭീമസേനൻ ദ്രൗപദിയെ അഭിഷേകം ചെയ്ത വീരകഥ. ഹസ്തിനപുരിയുടെ അവകാശികളായിരുന്നിട്ടും ദുര്യോധനന്റെ പരിഹാസങ്ങൾ സഹിച്ച് ഞങ്ങൾ അഭയാർത്ഥികളെ പോലെ കഴിഞ്ഞിരുന്ന കാലം. പുരജനങ്ങളെ, മഹാഗുരു ദ്രോണാചാര്യരുടെ കീഴിൽ
വിവിധ ആയോധന പാഠങ്ങൾ പരിശീലിച്ച കുരുവംശകുമാരന്മാരുടെ അഭ്യാസ കാഴ്ചകളാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. ഹസ്തിനപുരിയുടെ മഹാരാജൻ ധൃതരാഷ്ട്രർക്കും കുരുവംശ പിതാമഹൻ മഹാരഥി ഭീഷ്മർക്കും വിദുരർക്കും രാജമാതാക്കളായ ദേവി ഗാന്ധാരിക്കും കുന്തിക്കും ദ്രോണരുടെ പ്രണാമം. പുരജനങ്ങളെ, ഇവിടെ നടക്കാൻ പോകുന്നതൊരു മത്സര പരീക്ഷയല്ല. ഹസ്തിനപുരിയിലെ കുമാരന്മാർക്ക് ആയോധന കലയിൽ അവർക്കുള്ള കഴിവിന്റെ മാറ്റുരയ്ക്കാനുള്ള ഉരകല്ലാണ് ഈ വേദി. ദുര്യോധനാദികളായ 100 പാണ്ഡുപുത്രന്മാർ 5 പേരും അടങ്ങുന്ന ശിഷ്യന്മാരെല്ലാം എനിക്ക് സമന്മാരാകയാൽ അവരുടെ സാമർഥ്യത്തിലും നമുക്ക് ഭിന്നമോ പക്ഷപാതത്വമോ ഇല്ല. നാം അവരെ എന്ത് പഠിപ്പിച്ചു എന്നതല്ല, അവരെന്ത് ഗ്രഹിച്ചു എന്നതാണ് ഇന്നിവിടെ ബോധ്യപ്പെടാൻ പോകുന്നത്. ഇതൊരു പ്രദർശന വേദി കൂടിയാകയാൽ പുരുഷാരം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അസ്ത്രവിദ്യാ പ്രകടനങ്ങൾ തന്നെയാകട്ടെ ആദ്യം. അതിനുവേണ്ടി ധനുർവിദ്യാശാസ്ത്രത്തിൽ പ്രത്യേക ഉത്സാഹമുള്ള അർജുന കുമാരനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അർജുന, അതാ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രപക്ഷിയുടെ ഇടം കണ്ണിൽ ഇതാ ഈ തളികയിൽ തെളിയുന്ന അതിന്റെ പ്രതിബിംബം നോക്കി സൂചിബാണം ഇത് തറയ്ക്കണം. കറങ്ങുന്ന യന്ത്രപക്ഷിയുടെ ഇടം കണ്ണ്, അതാണ് ലക്ഷ്യം. അറിയാമല്ലോ, ലക്ഷ്യം കണ്ണിലല്ല, മനസ്സിലുണ്ടാവണം. മനസ്സിൽ. അറിയാം മഹാഗുരു, അങ്ങയുടെ ആശീർവാദമുണ്ടെങ്കിൽ അടിയനത് കഴിയും. എങ്കിൽ ആരംഭിക്കാം. കണിശമായ കണക്കും ലക്ഷ്യഭേദനവും. അർജുനൻ അസ്ത്രവീരൻ തന്നെ. അർജുനന്റെ അസ്ത്രവിദ്യാ പ്രകടനങ്ങൾ ഇനിയും ഇവിടെ അരങ്ങേറുന്നതാണ്. അതിനു മുമ്പേ ഗദായുദ്ധ പരീക്ഷ. ഗദായുദ്ധത്തിലെ പ്രാവീണ്യം പരീക്ഷിക്കാൻ 2 യോദ്ധാക്കൾ പരസ്പരം എതിരിടേണ്ടതുണ്ട്. ആകയാൽ ഗദായുദ്ധത്തിൽ അസാമാന്യ പാഠവുമുള്ള കുരുവംശകുമാരനും യുവരാജാവുമായ ദുര്യോധനെ നാം ആദ്യമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദുര്യോധനോട് എതിരിടാനെന്നല്ല, പിടിച്ചു നിൽക്കാൻ തന്നെ പോന്ന യോദ്ധാക്കൾ ആര്യാവർത്തത്തിൽ വിരളമായിരിക്കും. ആകയാൽ ദുര്യോധനകുമാരനുമായി പരീക്ഷയിൽ ഏർപ്പെടാൻ സമബലവാനായ 2ാം പാണ്ഡവൻ ഭീമസേനനെ നാം ക്ഷണിക്കുന്നു. അതങ്ങനെയാണ് ദ്രൗപദി. എന്റെ കരുത്തിലും കഴിവിലും എനിക്ക് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമുണ്ടെങ്കിലും ആളുകൾ കനം വെച്ചൊരു പരിഹാസ്യമായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. അല്ല, എന്നും എവിടെയും എന്നെ പരിഹാസ്യനാക്കിയിരുന്നു ദുര്യോധനൻ. നമ്മോടെതിരിടാൻ മന്ദനോ? കൊള്ളാം. നോക്കൂ കുമാര, ഇതൊരു പോർത്തട്ടോ കാലങ്ങളായി നിങ്ങൾക്കിടയിലുള്ള കിടമത്സരവും കലഹവും കാണിക്കാനുള്ള ഇടമോ അല്ല. തീർത്തും സൗഹാർദ്ദത്തോടെ, സഹോദരങ്ങളും സഹപാഠികളുമാണെന്നുള്ള ബോധത്തോടെ, സംയമനത്തോടെ നിങ്ങൾ നിങ്ങളുടെ കരുത്ത് തെളിയിക്കൂ. മന്ദ, വൃഗോദര, ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണുള്ളത്. പൊണ്ണനായ നീ അവരെ വെറുതെ ചിരിപ്പിക്കാൻ ഇടയുണ്ടാക്കരുത്. ആവും മട്ടിലൊക്കെ പൊരുതിക്കോണം. എനിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണം. ജനം ചിരിക്കുകയോ അപഹസിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ ആ ഇരിക്കുന്ന നിന്റെ അമ്മ ഗാന്ധാരിയെ കരയിക്കാൻ ഇടവരുത്താതെ നീ നന്നായിട്ട് പൊരുതിക്കോണം. ഇല്ലെങ്കിൽ ആ നെഞ്ചും ഹസ്തിജീവനും തകർത്ത് കൊന്നുകളയും ഞാൻ. നീയോ? ഗദാവീരനായ എന്നോട് നീയോ മന്ദ? കരയാൻ പോകുന്നത് ആ സ്ത്രീയാണ്. ഞങ്ങളുടെ പിതൃ സഹോദരൻ പാണ്ഡുവിന്റെ ഭാര്യയായതുകൊണ്ട് മാത്രം ഇപ്പോഴും ഈ ഹസ്തിനപുരിയിൽ
അനർഹമായി കടിച്ചു തൂങ്ങി കാലക്ഷേപം നടത്തുന്ന നിന്റെ അമ്മ കുന്തി. വാക്കുകൾ സൂക്ഷിച്ചു വേണം. എന്തിനാ? നീയും ആ സ്ത്രീയുമൊന്നും ഹസ്തിനപുരിക്കോ ഞങ്ങൾക്കോ ആരുമല്ല. കൗരവകുമാരന്മാർ വീരപരീക്ഷ നടത്തുന്ന ഈ പോർത്തട്ടിൽ നിൽക്കാനുള്ള അവകാശം പോലും നിനക്കും നിന്റെ 4 സഹോദരന്മാർക്കുമില്ല. പിന്നെ ആ സ്ത്രീ ഞങ്ങളുടെ ഇളയച്ഛൻ പാണ്ഡുവിൻ്റെ ഭാര്യയായിരിക്കാം. പക്ഷേ ഒരിക്കലും മക്കളുണ്ടാകാത്ത ഞങ്ങളുടെ ഇളയച്ഛൻ പാണ്ഡുവിന് ജനിച്ചവരല്ല നീയൊന്നും. കുന്തിക്കാരിലൊക്കെയോ പിറന്നവർ. നിങ്ങൾ 5 പേരെയും ഞാൻ വേണമെങ്കിൽ കൗന്ദേയരെന്നോ മാദ്രേയരെന്നോ വിളിക്കാം. പക്ഷേ പാണ്ഡുപുത്രരല്ലാത്ത നിങ്ങളെയൊന്നും അബദ്ധത്തിൽ പോലും ഞാൻ പാണ്ഡവരെന്ന് വിളിക്കില്ല, അംഗീകരിക്കില്ല, മാനിക്കില്ല. വനവാസകാലത്തെ അബദ്ധവേഴ്ചകൾ കുന്തിക്ക് സമ്മാനിച്ച പിഴച്ച സന്താനമാണ് നീ. അന്ധനായ രാജാവിന്റെ അധമനായ പുത്ര, കാലങ്ങളായി തുടരുന്ന നിന്റെ അധിക്ഷേപങ്ങൾക്ക് ആയുധം കൊണ്ട് മറുപടി പറയും ഭീമസേനൻ. ഭീമനൊടുക്കുന്നത് നിന്റെ ജീവനെയല്ല, നിന്റെ അഹന്തയാണ്. പഠിച്ച കഴിവുകൾ കാണിക്കാനുള്ള അവസരം നിങ്ങൾ നെഞ്ചിലെ പകയും ദുരയും കാട്ടാനുള്ള വേദിയാക്കിയല്ലേ? മതി മതി നിങ്ങളുടെ പ്രകടനങ്ങൾ. ദുര്യോധനൻ നിനക്ക് ജ്യേഷ്ഠനാണ്, എന്നിട്ടും നീ ഇങ്ങനെ നിലമറക്കാമോ ഭീമ? അമ്മേ, ദുര്യോധന, നീ എവിടെ? തമ്മിൽ കണ്ടാൽ എന്താ ഉണ്ണികളെ നിങ്ങൾ ഇങ്ങനെ? കഴുതയെയും കുതിരയെയും അമ്മ ഒറ്റ നുഖത്തിൽ കെട്ടരുത്. കാട്ടുപന്നികളോട് യുദ്ധനീതി കാട്ടണമെന്ന് അമ്മ എന്നോട് പറയരുത്. എന്താ യുവരാജാവായ നമ്മെ ആക്ഷേപിക്കുന്നു മൃഗമേ? മതി. ഗദായുദ്ധം നിർത്തിയപ്പോൾ മത്സരങ്ങൾ കൊണ്ടായോ പോര്? കഷ്ടം. നിങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ എന്നെങ്കിലും തീരുമെന്നും രമ്യതയിലെത്തുമെന്നും കരുതിയ ഞാനാണ് വിഡ്ഢി. ആര് പറഞ്ഞു ഇളയച്ചനോട് അപ്രാപ്യമായത് ആഗ്രഹിക്കാൻ? വിതുരരെ, ഇതിങ്ങനെ തുടരുന്നത് ഇവർ 2 പേർക്കെന്നല്ല, കുരുവംശത്തിന് തന്നെ ഉചിതമായിരിക്കില്ല. അതെ, 2 പേരും പരസ്പരം നാവ് വളയ്ക്കുന്നത് തന്നെ വെല്ലുവിളിക്കാനും ഭത്സിക്കാനും മാത്രമാണ്. ഇതൊന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴി കണ്ടേ മതിയാകൂ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? 2 പേരും പരസ്പരം കാണാനുള്ള സാധ്യത ഇല്ലാതാക്കുക. എന്നുവെച്ചാൽ പരസ്പരം കണ്ടുമുട്ടാതിരിക്കാൻ കണ്ണകലത്തിൽ നിന്നും മാറിപ്പാർക്കുക. വരുന്ന ഫാൽഗുനത്തിൽ വാരണാവതത്തിൽ ഉത്സവകാലമല്ലേ? ഉത്സവത്തിന് മുൻപ് വാരണാവതത്തിൽ പുതിയൊരു പാർപ്പിടം പണിത് ജ്യേഷ്ഠത്തി കുന്തിയും 5 കുമാരന്മാരും അവിടേക്ക് താമസം മാറട്ടെ. കൊട്ടാരത്തിൽ നിന്നും മാറിപ്പാർക്കാനോ? സന്ദേഹിക്കണ്ട. വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഒരു വേർപാട് കൊണ്ടാവുമെങ്കിൽ അതും നല്ലതാണ്. പിരിഞ്ഞു പാർക്കുക. വന്നാലും കുന്തി മാതാവിന്റെ മക്കൾക്കും വാരണാവതത്തിലെ ഈ ചെറു കൊട്ടാരത്തിലേക്ക് സ്വാഗതം. മഹാരാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു കുറവും വരാതെ ഈ വസതിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയത് അടിയനാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഒരു വെളിപ്പാടകലെ അടിയനുണ്ടാകും.
ശരി, എങ്കിൽ പുരോചനൻ പൊയ്ക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഉത്തരവ്. കൊള്ളാം. 2 പതിഞ്ഞ ഇരിപ്പിടങ്ങളും ദ്യൂതപ്പലകയും കൂടി സ്ഥാപിച്ചാൽ ചൂതാട്ട വിനോദത്തിന് ഉത്തമമായിരിക്കും. ദ്യൂതത്തിൽ പ്രിയമുള്ള മിത്രങ്ങളെയും കൂടി കിട്ടിയാൽ ഈ ഉത്സവകാലം ആഘോഷമാക്കാം. എന്നാലും വല്യച്ഛന് പെട്ടെന്ന് നമ്മളോട് ഇത്രയും പ്രിയം തോന്നാനുള്ള ഹേതു മനസ്സിലാവുന്നില്ല. പ്രിയം? ഇതൊരു നാടുകടത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊട്ടാരത്തിൽ നിന്നും രാജാവകാശത്തിൽ നിന്നുമുള്ള ആട്ടിപ്പായിക്കൽ. എന്തിലും ഇങ്ങനെ ദോഷം കാണാതെ ഭീമ. അർജുനൻ എന്താണ് തോന്നുന്നത്? അമ്മയും ജ്യേഷ്ഠന്മാരും നകുല സഹദേവന്മാരുമുള്ള ഏതിടവും എനിക്കുചിതമാണ്. വെയിലും മഴയും ഏൽക്കാത്ത മറ്റൊരിടം, അത്രയേ എനിക്ക് തോന്നുന്നുള്ളൂ. എങ്കിൽ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. എന്ത്? ചതി. അത്യന്തം നിന്ദ്യമായൊരു കൊടും ചതി മണക്കുന്നു. ചതി മണക്കുകയോ? ഈ കൊട്ടാരത്തിനകത്ത് കോലരക്കിന്റെയും നെയ്യുടെയും ഗന്ധം നിറയുന്നില്ലേ? നിങ്ങളെല്ലാം രാജകുമാരന്മാരാണെങ്കിലും രാജ്യതന്ത്രങ്ങളെയും ചതികളെയും കുറിച്ചൊന്നും തിട്ടമില്ല. രാജകുമാരിയായും റാണിയായും ജീവിച്ചവളാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമിത വാത്സല്യത്തിനകത്തെ വഞ്ചനയും വരാനിരിക്കുന്ന ദുരന്തങ്ങളും അമ്മയ്ക്ക് മുൻകൂട്ടി കാണാനാവും. ഇതാ അമ്മേ, ഈ ചെമ്പുതകിടുകൾക്കിടയിൽ കോലരക്കും നെയ്യും നിറച്ചിരിക്കുന്നു. മരപ്പാളികളെ ബന്ധിച്ചിരിക്കുന്നതും അരക്കുകൊണ്ടാണ്. മരങ്ങളൊന്നും തന്നെ ഉത്തമമല്ല. കത്തിക്കാൻ ഉപയോഗിക്കുന്ന പാഴ്മരങ്ങൾ. നോക്കൂ, തറയോടുകൾക്കിടയിൽ നെയ്യൊഴിച്ചിരിക്കുന്നു. ഒരു ചതി എനിക്ക് മണക്കുന്നുണ്ട്. അതെന്തായിരിക്കുമെന്ന് അമ്മ പറയും. ചതി എന്തായിരിക്കുമെന്ന് അത് ആസൂത്രണം ചെയ്തവർക്കേ പറയാനാവൂ. എന്തായാലും ഈ ചതിയിൽ അവർക്ക് അഗ്നിയാണ് ആയുധം. ഇളയച്ചന് പ്രണാമം. കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങളെ യാത്രയാക്കി ഉടൻ തന്നെ വിതുരർ ഇങ്ങോട്ട് എഴുന്നള്ളിയത് വൈകിയാൽ ആപത്താണെന്ന് തോന്നി. വാരണാവതത്തിൽ നിങ്ങൾക്കൊരു കൊട്ടാരം പണിയുക എന്ന ആശയം ഉന്നയിച്ചത് ഞാനാണ്. അതിന് മഹാരാജാവ് അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ എന്താണ് ഇളയച്ച? ദുര്യോധനന്റെ കൂട്ടാളികൾക്കിടയിൽ നിന്നും എന്റെ വിശ്വസ്തരായ ചാരന്മാർ മണത്തെറിഞ്ഞ കാര്യമാണ്. മഹാരാജാവിന് ഈ ചതി ജ്യേഷ്ഠന്റെ അറിവോടെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കുറച്ചു മുമ്പ് അമ്മയും പറഞ്ഞു ചതിയെക്കുറിച്ച്. ഇപ്പോൾ ഇളയച്ചനും വ്യക്തമാക്കിയാലും ഇതൊരു കൊട്ടാരമല്ല, അരക്കില്ലമാണ്. ഉത്സവം തീരുന്ന ദിവസം കുന്തിയെയും മക്കളെയും ഇതിനകത്തിട്ട് തീ കൊളുത്തി കൊല്ലാനാണ് ദുര്യോധനന്റെ തീരുമാനം. പുറംവാതിലുകൾ ചെമ്പുപട്ടകൾ കൊണ്ട് ബന്ധിച്ച് കോലരക്കും ചെമ്പും എളുപ്പത്തിൽ കത്തിപ്പടരുന്ന പാഴ്മരങ്ങളും കൊണ്ട് പണി കഴിപ്പിച്ച പാണ്ഡവർക്കുള്ള പട്ടടയാണ് ഈ കൊട്ടാരം. വേണ്ട നേരത്ത് ദഹനകർമ്മം നടത്താൻ ദുര്യോധനൻ ചട്ടം കെട്ടിയ നിഷ്ഠൂരനായ സേവകനാണ് നിങ്ങളെ ഇങ്ങോട്ട് ആനയിച്ച പുരോചനൻ. ഞാൻ പറഞ്ഞില്ലേ, രാജാവകാശങ്ങളിൽ നിന്നും കുന്തിയെയും മക്കളെയും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്ത് ഹസ്തിനപുരിയുടെ അടുത്ത രാജാവാകണം സുയോധനന്. ആ വഞ്ചനയ്ക്ക് വഴങ്ങാൻ മനസ്സില്ല കുന്തിയുടെ മക്കൾക്ക്. ഈ നിമിഷം അവൻ ഉള്ളിടത്ത് ചെന്ന് ഞാൻ അവസാനിപ്പിക്കാം. സുയോധനന്റെ അധികാര കൊതിയും അവനെ തന്നെയും. അതെ, അധികാരമില്ലെങ്കിലും അതിനുള്ള ആണത്തമുണ്ട് കുന്തിയുടെ മക്കൾക്ക്. ദുര്യോധനൻ എന്ന യോദ്ധാവിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളിൽ ആർക്കുമാവും. പക്ഷേ എതിരിടേണ്ടത് ഒരു രാജകുമാരനോടാവുമ്പോ അതൊരു രാജ്യത്തോടും രാജ്യ സൈന്യ സംവിധാനങ്ങളോടുമാവും. അതിനുള്ള സൈനിക ശേഷിയോ മിത്രബലമോ ഇന്ന് നിങ്ങൾക്കില്ല. ആകയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒളിച്ചോടണം. ഒളിച്ചോടാനോ? തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് നിന്നും പിന്മാറുന്നതും യുദ്ധതന്ത്രമാണ്. തിരിച്ചടിക്കാനുള്ള ശക്തി ലഭിക്കും വരെ ഒളിവിൽ പാർക്കുന്നതും ബുദ്ധി. കാത്തിരിക്കും തോറും പ്രതികാരത്തിന് മൂർച്ചയേറുമെങ്കിൽ അതും നല്ലത്. അങ്ങ് പറഞ്ഞാലും. ഉത്സവം അവസാനിക്കുന്ന ദിവസം എല്ലാവരും ഉത്സവാഘോഷങ്ങളിൽ മതിമറന്ന് സുരമോന്തി ബോധം നശിച്ചുറങ്ങുന്ന രാത്രിയിൽ ഈ അരക്കില്ലത്തിന് തീ വെക്കാനാണ് അവരുടെ പദ്ധതി. ഉത്സവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ എൻ്റെ ആളുകൾ നിങ്ങൾക്കിതിനകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തുരങ്കം വനാതിർത്തിയിൽ നിന്നും അകത്തളത്തിലേക്ക് നിർമ്മിക്കും. അതുവരെ ഒന്നും അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കേണ്ടതില്ല. തങ്ങളുടെ വഞ്ചന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുവെന്ന് ചിന്തിച്ച് ദുര്യോധനാദികൾ സന്തോഷിക്കട്ടെ. വിജയിക്കാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടത്തിന് മുമ്പുള്ള ഒരു ഉത്സവകാലം നിങ്ങളും ആഘോഷിക്കൂ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചതിയുടെ ഒരു ഉത്സവകാലം.
ചെങ്കില ശുദ്ധമദ്ദള സംഗമം കൊമ്പുകഞ്ചിറ ശംഖുവമ്പറ മംഗളം ചെങ്കില ശുദ്ധമദ്ദള സംഗമം കൊമ്പുകഞ്ചിറ ശംഖുവമ്പറ മംഗളം നാടാകെ മത്സരം ആറാടും വത്സരം നാടാകെ മത്സരം ആറാടും വത്സരം പാടിയാടി എങ്ങുമെങ്ങും ഉത്സവം പാടിയാടി എങ്ങുമെങ്ങും ഉത്സവം സുഹൃതവനിയിലമൃതവേഗി വാരണാവതം ചെങ്കില ശുദ്ധമദ്ദള സംഗമം കൊമ്പുകഞ്ചിറ ശംഖുവമ്പറ മംഗളം ചെങ്കില ശുദ്ധമദ്ദള സംഗമം കൊമ്പുകഞ്ചിറ ശംഖുവമ്പറ മംഗളം സൂര്യപ്പൂമുടിയേറ്റം താഴെ മണ്ണിൽ പീലിക്കാവടിയാട്ടം മേലെ വാനിൽ സൂര്യപ്പൂമുടിയേറ്റം താഴെ മണ്ണിൽ പീലിക്കാവടിയാട്ടം പൂമരച്ചില്ലകൾ ചാമരം വീശുമ്പോൾ പൂവുകൾ പൂമരച്ചില്ലകൾ ചാമരം വീശുമ്പോൾ പൂവുകൾ തോരണമായി നോവുകൾ തീരുകയായി ഇന്നീ നോവുകൾ തീരുകയായി ചെങ്കില ശുദ്ധമദ്ദള സംഗമം കൊമ്പുകഞ്ചിറ ശംഖുവമ്പറ മംഗളം ചെങ്കില ശുദ്ധമദ്ദള സംഗമം കൊമ്പുകഞ്ചിറ ശംഖുവമ്പറ മംഗളം പഞ്ചാരിയാന അമ്പാരി മേളവും ചേലിലൊത്തിരി കൊയ്ത്തുപാട്ടിന്റെ താളവും പാണ്ടി പഞ്ചാരിയാന അമ്പാരി മേളവും ചേലിലൊത്തിരി കൊയ്ത്തുപാട്ടിന്റെ താളവും ആഘോഷപ്പാട്ടുകൾ ആമോദ കൂട്ടുകളേവരും ചേരുകയായി എങ്ങും മംഗളം നേരുകയായി എങ്ങും മംഗളം നേരുകയായി മംഗളം നേരുകയായി മംഗളം നേരുകയായി യാത്രയിൽ ആയുധങ്ങൾ മാത്രം കയ്യിൽ കരുതിയാൽ മതി. ആയുധവും ബുദ്ധിയും ക്ഷത്രിയനും മറ്റെല്ലാം നേടിത്തരും. ഏതാനും മാത്രകൾക്കുള്ളിൽ നമ്മൾ ഈ അരക്കില്ലം വിടും. ഏത് നിമിഷവും പുരോചനൻ അരക്കില്ലത്തിന് തീയും കൊളുത്തും. ഒരു തീപ്പന്തം മരണദൂതനായി എത്തി ഈ ഭവനത്തെ വിഴുങ്ങും മുമ്പ് നമുക്ക് തുരങ്കം വഴി രക്ഷപ്പെടണം. ആ, അമ്മ കൽപ്പിച്ചാൽ മതി. തുരങ്കത്തിലേക്ക് ഇറങ്ങാനുള്ള തറയോടുകൾ പൊളിച്ചു നീക്കി തരാം. എങ്കിൽ ശങ്കിച്ചു നിൽക്കാതെ അത് ചെയ്യൂ ഭീമ. വരൂ, യാത്രയാവാം.
വിതുരമഹാശയൻ നമുക്ക് രക്ഷപ്പെടാനുള്ള തുരങ്കത്തോടൊപ്പം പാർക്കാനുള്ള ഈ പർണശാല കൂടി പണി കഴിപ്പിച്ചത് നന്നായി. പരിചാരകരും പട്ടുമെത്തയും ഒന്നും ഇല്ലെങ്കിലും ജീവഭയമില്ലാതെ സ്വസ്ഥതയോടെ കഴിയാമല്ലോ. ദുര്യോധന ജ്യേഷ്ഠൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? വേറെന്ത്, നമ്മൾ അരക്കില്ലത്തിൽ വെന്തു മരിച്ചെന്ന് തന്നെയായിരിക്കും ആ വിഡ്ഢി കരുതുന്നത്. ശത്രുവിന്റെ ബുദ്ധിയെ കുറച്ച് കാണുന്നതിനോളം പോന്നൊരു വിഡ്ഢിത്തം വേറെ ഇല്ല ധർമ്മജ. ദുര്യോധനൻ എന്തും ധരിച്ചുകൊള്ളട്ടെ, നമുക്കിനി ഒന്നൊന്നായി തിരിച്ചു പിടിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിനാദ്യം പിടിച്ചു നിൽക്കണമല്ലോ. നകുലനും സഹദേവനും വനത്തിലേക്ക് ഫലമൂലാദികളും ജലവും ശേഖരിക്കാൻ പോയിട്ടുണ്ട്. അർജുനനും ഭീമനും ഭോജനത്തിനൊത്ത മൃഗങ്ങളെ നായാടിക്കൊണ്ടുവരൂ. ശരിയമ്മേ. ജ്യേഷ്ഠ, ഞാൻ ഈ ദിക്കിലേക്ക് നായാടാൻ പോകുന്നു. ജ്യേഷ്ഠൻ ദക്ഷിണ ദിക്കിലേക്ക് പൊയ്ക്കോളൂ.